ടോക്സിക്. ഫസ്റ്റ് ഹാഫ് ഫുൾ 10 മിനിറ്റ് കളി, 10 മിനിറ്റ് ഇവൻ വെടിവെക്കാൻ പോകും, 10 മിനിറ്റ് പിന്നെയും കളി, പിന്നെയും വെടിവെക്കാൻ പോകും, പറഞ്ഞ നടിമാരൊക്കെ തുണി വരും. സെക്കൻഡ് ഹാഫിൽ ഡാഡി ഡാഡി ഡാഡി. ഈ സിനിമയ്ക്ക് നല്ലൊരു ഇൻട്രോ ഇല്ല, അതറിയാം. ഒരൊറ്റ ഇൻട്രോ പോലും, നല്ലൊരു ഇൻട്രോ ഇല്ല ഈ സിനിമയ്ക്ക്. നമുക്ക് പ്രൊമോ വീഡിയോയിൽ കോണ്ടത്തിന്റെ പരസ്യം പോലെ ഒരു സംഭവം കാണിച്ചു, അതാണ് ഇതിന്റെ ഇൻട്രോ ആണ്. ഞാൻ തമാശ പറഞ്ഞത്, അതാണ് ഇൻട്രോ. ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയല്ല, അത്രയ്ക്ക് ഒറിജിനൽ ആയിട്ടുണ്ട് ഈ സിനിമ. എൻ്റെ പൊന്നോ, ഇതിൻ്റെ റൈറ്ററിനെ സമ്മതിക്കണം. എന്ത് പുല്ലാണ് എഴുതി വെച്ചിരിക്കണമെന്ന്. വലിയ വലിയ തെറിയൊക്കെ പറഞ്ഞാണ്, പക്ഷേ ഞാൻ ചോദിക്കണം എന്താണ് എഴുതി വെച്ചിരിക്കണമെന്ന്. ഫൈറ്റ് ക്ലബ് പോലെ നോക്കിയതാണ്, പക്ഷേ അസഹനീയം എന്ന് വെച്ചാൽ അസഹനീയം. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇത് മാത്രമേ ഉള്ളൂ. കാരണം നടിമാരല്ല ഇവനെ കാണുമ്പോൾ തുണി വരും. ഒരു ഇമോഷണൽ ടച്ച് പോലും ഇല്ല. ആര് മരിച്ചാലും നമുക്കും തോന്നില്ല. അതായത് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ആര് മരിച്ചാലും മരിച്ചത് നന്നായി എന്നേ തോന്നും. അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പം ഡാഡി ഡാഡി ഡാഡി. യഷ് താടി വടിച്ച ഒരു സീനുണ്ടല്ലോ, ഒരുമാതിരി മണ്ടന്മാരെ പോലെ ഇരിക്കണ. കറക്റ്റ് മണ്ടൻ. എന്താണ് കാണിക്കണത്? എന്താണ് ഇവൻ്റെ പ്രശ്നം? ക്ലൈമാക്സിൽ മനസ്സിലാവും എന്താണ് പ്രശ്നമെന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഇറങ്ങിപ്പോയി. ചിന്തിച്ച് നോക്കണം, 10-12 ഓഡിയൻസാണ് ഇറങ്ങിപ്പോയത്. ഒരു സിനിമ പൊട്ടിക്ക് ആർക്കും പറ്റും, പക്ഷേ ഓഡിയൻസിനെ ഇറക്കി വിടണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവാണ്. അത് ഗീതു മോഹൻദാസിനുണ്ട്, മോഹൻദാസിനുണ്ട്, ആരെങ്കിലും ആവട്ടെ അവൾക്കുണ്ട്. അവസാനം എഴുതി കാണിക്കും ഗീതു മോഹൻദാസ്. അപ്പോൾ തിയേറ്ററിലുണ്ടായിരുന്ന കുറച്ച് പേര് തെറി വിളിച്ച് എന്താ സാറ്റിസ്ഫൈഡ്. അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കണ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, പോവുക, ആസ്വദിക്കുക. ഒരു ഇമോഷണൽ ത്രെഡില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ അസഹനീയം. യാഷ് കിടന്ന് എല്ലാവരെയും വിളിക്കണേ, കങ്കുവേലി സൂര്യ വിളിക്കണമല്ലോ. ഞാനൊരു കാര്യം പറയട്ടാ, കങ്കു ഇതിനെക്കാട്ടി അടിപൊളിയാണ്. ഞാൻ എഴുതി തരാം, കങ്കു ഇതിനെക്കാട്ടി അടിപൊളിയാണ്. എടാ, ഇറങ്ങിപ്പോകാത്തത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയേ. റൈറ്റിംഗ് മോശം, അഭിനയിച്ചിരിക്കുന്നവർ തമ്മിൽ അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് യാതൊരു രീതിയിലുള്ള എമോഷണൽ ടച്ച് വരാനില്ല, നല്ലൊരു ഇൻട്രോ ഇല്ല, നല്ലൊരു ഇൻ്റർവൽ ബ്ലോക്ക് ഇല്ല, നല്ലൊരു ഫൈറ്റ് ഇല്ല. അവസാനം ഒരു ഫ്ലൈറ്റ് പൊട്ടുന്ന സീനുണ്ട്, അത് മാത്രം കൊള്ളായിരുന്നു. ഒരു നല്ല ഡയലോഗില്ല. ആഷിൻ്റെ താടി പോയപ്പോൾ പിന്നെ പറയണ്ട, ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈ.